ഞങ്ങൾ ഉറപ്പിക്കുന്നില്ല, പക്ഷേ ചില സൂചനകൾ ലഭ്യമാവുന്നുണ്ട്. ചില വാഹനത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തിയതായ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും സൈന്യത്തിന്റെ പരിശോധനയിൽ അത് കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് കരുതാം. ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്ത്യൻ കരസേന അവരെ ഇടപെടൽ ആരംഭിച്ചിരിക്കുന്നു. ദുരന്തമുഖത്ത് അവരുടെ രക്ഷാപ്രവർത്തനം വേഗത്തിൽ തുടരുകയാണ്. 3 ജീവനുകളാണ് മണ്ണിനടിയിൽ മിസ്സിംഗ് കേസുകളായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്ന് മലയാളിയായ അർജുൻ, മറ്റു 2 പേരും അവിടെ ഈ തരത്തിൽ പ്രദേശവാസികളും അവിടെ യാത്ര ചെയ്തിരുന്നവരുമാണ്. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ശ്രമം തുടരുന്നത്. മണ്ണിനടിയിൽ പൂണ്ടുപോയ ആ വാഹനങ്ങൾ അത് കണ്ടെത്തുക എന്ന വലിയ ദൗത്യത്തിലേക്ക് പോവുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരുപക്ഷെ ഈ ദുരന്തം നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് സംഭവിച്ചത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഇടം, അങ്ങനെയുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും മണ്ണിനടിയിൽ നിന്നും ആ വാഹനം നമുക്ക് ഈ 6-ാം ദിവസമെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട്. അർജുനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, ആ ദൗത്യം കരസേന സൈന്യം ഏറ്റെടുക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. അതിലേക്കാണ് പോകുന്നത്. ഇതിനിടയിലാണ് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ, ചില വാഹന ഭാഗങ്ങൾ കണ്ടു എന്ന സൂചന കൂടി വരുന്നത്. അത് സ്ഥിരീകരിക്കാറായിട്ടില്ല. സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തു നിൽക്കുക. എന്തായാലും വരുന്ന മിനിറ്റുകൾ നിർണായകമാണ്. അവിടെ വ്യക്തതയുണ്ടാകും. കൃത്യമായ ചിത്രം നൽകാൻ കഴിയും. പ്രേക്ഷകർ കാത്തു നിൽക്കുക. തത്സമയ വിവരങ്ങൾ വിരൽ തുമ്പിലുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ ഈ വിവരങ്ങളിലേക്ക് എത്താം. ബൈജു, നമുക്ക് ഈ കരസേനയുടെ ഇടപെടലുകൾ, അവർ എത്തുന്നത് ഈ 40-അംഗ സംഘം എന്നതിനപ്പുറം അവർക്ക് അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടാവാം. ഇത്തരം ദുരന്തമുഖത്ത് നേരത്തെയും പരിശീലനം നടത്തി തെരച്ചിൽ നടത്തിയ അനുഭവമുണ്ട് അവർക്ക്. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ അവർ അവിടെ പ്രയോഗിക്കും, അല്ലേ? തീർച്ചയായും അത് ഉറപ്പാണ്. ഏതായാലും ഇവിടെ വലിയ ആവേശമാണ്. ആളുകളൊക്കെ ഇത്തരത്തിൽ വലിയ ഈ സൈന്യം കൂടി എത്തിയതോടുകൂടി വലിയ പ്രതീക്ഷ ഇവിടെ പുറത്തുണ്ട്. ഇവരുടെ ബന്ധുക്കളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും വളരെ നേരത്തെ ആവശ്യപ്പെട്ടതാണ് സൈന്യത്തെ ഈ തെരച്ചിലിനായി നിയോഗിക്കണമെന്ന കാര്യത്തിൽ. എന്തായാലും വൈകിയാണെങ്കിലും ആ അതിർത്തി കാക്കുന്ന ആ സൈന്യം ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് ഇത്തരത്തിൽ 3 ജീവനുകളാണ് മണ്ണിനടിയിലുള്ളത്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ സൈന്യം തന്നെ വേണ്ടി വരുന്നു അവരെ പുറത്തെടുക്കാൻ. ആ രീതിയിലുള്ള അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സൈന്യം ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നു. അവരുടെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് നൽകാനുള്ളതും. അവർ ആ കൃത്യമായി റഡാറിൽ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഏകദേശം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു 10-20% മണ്ണ് മാത്രമാണ് ഇനി നീക്കാൻ ബാക്കിയുള്ളതെന്നാണ്. അപ്പോഴേക്കും ഈ സൈന്യം കൂടി എത്തിയതോടുകൂടി തിരച്ചിൽ ഊർജിതമായിട്ടുണ്ട്. എല്ലാ സേനാ വിഭാഗങ്ങളും, ഫയർഫോഴ്സും, നേവിയും തുടങ്ങി എന്തൊക്കെ സജ്ജീകരണങ്ങളുണ്ടോ അതൊക്കെ ശിരൂരിൽ എത്തിയ ഒരു കാഴ്ച വളരെ